നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇരുചക്രവാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കുന്നത് ഒഴിവാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മോട്ടോർ വാഹന ചട്ടത്തിൽ സർക്കാർ വരുത്തിയ ഭേദഗതി സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതോടെ ഇരുചക്രവാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാരും ഹെൽമറ്റ് ധരിക്കേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ പ്രായോഗികത പരിഗണിച്ചു മാത്രമേ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയൂവെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി റിപ്പോർട്ടറോട് പറഞ്ഞു. മോട്ടോർ വാഹന ചട്ടത്തിലെ 347 വകുപ്പ് അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാണ്. 2013 ഒക്ടോബറിൽ ഈ ചട്ടം സർക്കാർ ഭേദഗതി ചെയ്തു. ഇതോടെ പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമല്ലാതായി. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി. ഈ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. മോട്ടോർ വാഹന ചട്ടത്തിലെ ഭേദഗതി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവും മരവിപ്പിച്ചു. സർക്കാർ നടപടി നിയമപരമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് വി ചിദംബരേഷാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2003 ഹൈക്കോടതി ഫുൾ ബെഞ്ച് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി ഇടക്കാല ഉത്തരവോടെ പിൻസീറ്റ് യാത്രക്കാരും ഇനി ഹെൽമറ്റ് ധരിക്കേണ്ടി വരും. എന്നാൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ ഇക്കാര്യത്തിൽ എന്തു നടപടി വേണമെന്ന് സർക്കാർ ഇനി തീരുമാനിക്കണം. ഹർജിയിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലവും സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും വിശദമായ വാദം നടക്കുക. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയം ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. ടോമിൻ തച്ചങ്കരി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, തത്സമയം ചർച്ചയിൽ. ഒപ്പം ടി പി സെൻകുമാർ, DGP, ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീ ഹമീദ്, ടു വീലേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ടോമിൻ തച്ചങ്കരി, ഇക്കാര്യത്തിൽ അന്തിമ ഉത്തരവ് ഇനി വരാനുണ്ട് എന്നത് വസ്തുതയാവിടെ നിൽക്കെ ഇപ്പോഴത്തെ ഈ നടപടി കൊണ്ട് സ്വാഭാവികമായും നേരത്തെയുള്ള നിയമത്തിൽ ഇളവ് വരുത്തിയത് റദ്ദാകുമല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ടു വീലർ യാത്രക്കാർ രണ്ടുപേരും ഹെൽമറ്റ് ധരിക്കണമെന്ന നിയമം കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടോ? നിയമം ഏതായാലും നടപ്പാക്കിയേ പറ്റൂ. അത് നടപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ചർച്ച വേണ്ടി വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിച്ച് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ്. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഇത്രയും ഹെൽമെറ്റുകൾ പോലും കേരളത്തിൽ കിട്ടില്ല. അപ്പോൾ വളരെയധികം ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരണമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഞങ്ങളുടെ തന്നെ കണക്കുകൾ കാണിക്കുന്നത് 2013 മാത്രം ഏതാണ്ട് 4200 പേര് വാഹനാപകടങ്ങൾ മരിച്ചു. അതിൽ 50% ആൾക്കാരും ഇരുചക്ര വാഹനങ്ങളിലാണ് മരിക്കുന്നത്. അതിൽ തന്നെ 422 പേര് അപ്പോൾ തന്നെയുള്ള ഒരു ഡെത്താണ് ഉണ്ടായിട്ടുള്ളത്. 2200 പേര് വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായി. വീണ്ടും ഒരു 1300 പേര് ഇപ്പോഴും അധികം രീതിയിൽ ഇഞ്ചുറിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും സമൂഹത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള വിഷമത്തിൽ ജീവിക്കുന്നവരാണ്. ഇതിൽ ഈ അപകടങ്ങളിൽപ്പെട്ട കൂടുതൽ ആൾക്കാർക്കും ഒരു 15-നും 30-നും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് റോഡ് സുരക്ഷയെ സംബന്ധിച്ചോളം ഇരുചക്ര വാഹനങ്ങളുടെ പിന്നിൽ യാത്ര ചെയ്യുന്നവരിൽ ഒന്നാമത്തെ ആൾ ഹെൽമെറ്റ് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഓപ്പണായിട്ട് തുറന്നു പോകുന്ന രണ്ടാമത്തെ ആളും വെക്കേണ്ടത് ഒരു ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അപ്പോൾ ജനങ്ങൾ തന്നെ അത് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ഞങ്ങളോ പോലീസോ ഇടപെട്ട് ഇത് നിർബന്ധിച്ച് ചെയ്യുന്നതിന് പകരം ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവർ തന്നെ ഒരു സ്വയം ചിന്ത ഒരു പരിശോധിച്ച ശേഷം അവരും വെക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇതിനകത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാവിലെ താങ്കളുടെ ഇക്കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ പറഞ്ഞ പോലെ പ്രായോഗികതയുടെ പ്രശ്നം ഇക്കാര്യത്തിലുണ്ടോ? ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ ടൂ വീലർ ഒരു സ്ഥലത്ത് നിന്നും പുറപ്പെടുകയും ഒരു സ്ഥലത്ത് അവസാനിക്കുകയും ചെയ്യുന്നവരായിരിക്കില്ല രണ്ട് യാത്രക്കാരും എന്നാണ്. വഴിയിൽ വെച്ച് ചിലപ്പോൾ കൂട്ടുന്നവരുണ്ടാവാം, ലിഫ്റ്റ് ചോദിക്കുന്നവരുണ്ടാവാം. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയും ബൈക്ക് ഓടിക്കുന്ന ആളെ ഉടമസ്ഥൻ ഒരു ഹെൽമറ്റ് കരുതുക എന്ന തരത്തിലുള്ള വലിയ പ്രായോഗിക പ്രശ്നം അക്കാര്യത്തിലുണ്ടോ? അത് ഒരു ഇളവായി നിങ്ങൾ ആ പരിശോധനാ വേളയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് ശീലിച്ച് കഴിയുമ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ടാകും. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഇത് വളരെ കർക്കശമായി നടപ്പാക്കുന്നുണ്ട്. അവിടെ ഒന്നും ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പം തലയിൽ വെക്കുന്നതോടൊപ്പം സ്കൂട്ടറിൻ്റെ ഇരുചക്ര വാഹനങ്ങളുടെ സൈഡിൽ ചെറിയൊരു കൊളുത്തുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ഒരു ഹെൽമെറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു നിർബന്ധമാണെന്ന് കണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് കണ്ടാൽ ഇതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കും. ഇപ്പോൾ ഇതിൽ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ആരും ഇത് ശ്രദ്ധിക്കാതെ ഇതിങ്ങനെ വളരെ അലക്ഷ്യമായിട്ടുള്ള ഒരു യാത്രകൾ നടത്തുന്നത്. ഡിജോ കാപ്പൻ, ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? ഇത് അങ്ങേയറ്റം അപ്രായോഗികമായ ഒന്നാണോ? ഹെൽമെറ്റ് വെച്ച് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരാൾ തന്നെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതൊരു ശീലമാക്കി മാറ്റിയെടുത്താൽ പിന്നെ അതങ്ങനെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഒരേ തരത്തിലുള്ള റിസ്ക് ഉണ്ട് രണ്ടുപേർക്കും റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ. രണ്ടാമത്തെ ആളും ഹെൽമെറ്റ് വെക്കണമെന്ന നിർദ്ദേശം അങ്ങേയറ്റം യുക്തിസഹമാണ്. അങ്ങനെയെങ്കിൽ അതൊരു ശീലമാക്കി മാറ്റാനുള്ള ആ കാലത്തെ ബുദ്ധിമുട്ടല്ലാതെ വേറെന്ത് പ്രായോഗിക തടസ്സമാണ് അക്കാര്യത്തിലുള്ളത്? മോട്ടോർ വാഹന ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ ഇവിടെ വാഹനം ഓടിക്കാൻ കഴിയൂ.
കോടതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമത്തിൽ എന്തു പറയുന്നു, നിയമവിരുദ്ധമായി സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയാൽ അത് നിലനിൽക്കില്ല. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മാധ്യമങ്ങളിൽ കൂടിയും പൊതുസമൂഹവും അതിനെതിരെ വളരെ രൂക്ഷമായി ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായും കാറിന്റെയോ ജീപ്പിന്റെയോ ഒക്കെ അടിയിൽ ഫിറ്റ് ചെയ്യുന്നത് പോലെ, ഒരു സ്റ്റെപ്പിന് ടയർ ഫിറ്റ് ചെയ്യുന്നത് പോലെ സ്കൂട്ടറിന്റെ ഉടമ ഒരു ഹെൽമറ്റ് ഫിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയുണ്ട് എന്നുവരെയും ആക്ഷേപം ഉന്നയിച്ചവർ പറഞ്ഞു. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ടോമിൻ തച്ചങ്കരി സൂചിപ്പിച്ച ഈ അപകടങ്ങളുടെ മരണത്തിന്റെ നിരക്കിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം, കേരളത്തിൽ 85 ലക്ഷം വാഹനമുള്ളതിൽ 54 ലക്ഷവും വാഹനങ്ങളും സ്കൂട്ടർ അല്ലെങ്കിൽ 2 വീലറുകളാണ്. സ്വാഭാവികമായും മരണനിരക്കിൽ അപ്പോൾ എന്തായാലും ഒരു 50% അല്ലെ 50% കൂടുതൽ ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവും. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാര്യം, കഴിഞ്ഞ വർഷം 20 ലക്ഷത്തോളം പെറ്റി കേസുകൾ ചാർജ് ചെയ്തു എന്നാണ് എക്കണോമിക് റിവ്യൂവിലെ കണക്കുകൾ. അത് പ്രധാനമായിട്ടും സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരിലും ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിലുമാണ്. അപ്പോൾ ഇപ്പോൾ കോടതി ഉത്തരവിന്റെ പേരിൽ കേരളത്തിലെ 2 വീലറുകാരെ പീഡിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അവർക്ക് ന്യായമായ സമയം ഇക്കാര്യത്തിൽ കൊടുക്കണം. അല്ലെങ്കിൽ നാളെ തൊട്ട് റോഡിലേക്ക് ഇറങ്ങി പോലീസ് 2 വീലർ യാത്ര ചെയ്യുന്നവർ, ബാക്കിലിരിക്കുന്നവർ ഹെൽമറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയൂ എന്ന് കോടതി വിധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പീഡനമുറ ഇക്കാര്യത്തിൽ ഹമീദ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ. ഹമീദ്, ഇത് സ്വാഭാവികമാണ്. ഒരു ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് എത്രത്തോളം റിസ്ക് റോഡിൽ ഓടിക്കുമ്പോഴുണ്ടോ അതേ റിസ്ക് രണ്ടാമതിരിക്കുന്ന ആൾക്കുമുണ്ട് സ്വാഭാവികമായും. അതുകൊണ്ട് രണ്ടാമത്തെ ആളും ഹെൽമറ്റ് വെക്കണം. അത് മോട്ടോർ വാഹന വകുപ്പിലെ ചട്ടമാണ്, അത് പാലിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ ശീലം ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്താണ് കേരളത്തിൽ തടസ്സം? ബഹുമാനപ്പെട്ട തച്ചങ്കരി സാർ പറഞ്ഞല്ലോ, അവിടുന്ന് തുടങ്ങേണ്ടത്. പറയൂ, കേൾക്കാം. ബഹുമാനപ്പെട്ട തച്ചങ്കരി സാർ പറഞ്ഞു 2 വീലേഴ്സ് ഓടിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വമാണെന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനം 2 വീലറാണ്. ഒരുപക്ഷെ ആ 2 വീലർ പോകുമ്പോൾ ആ 2 വീലറിൻ്റെ മുന്നിൽ അച്ഛനും മകനും 3 കുട്ടികളും ഉണ്ടാവും. ഈ 3 കുട്ടികളടക്കം 5 ഹെൽമറ്റുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ. മാത്രമല്ല, ഞാൻ കോഴിക്കോട്ടിലെ ഒരു പൊതുപ്രവർത്തനം കൂടി, ഒരു പൊതു ജില്ലാ പാർട്ടിയുടെ ഭാരവാഹിയും കൂടിയാണ്. കോഴിക്കോട് പോലുള്ള നഗരത്തിൽ അപകടമുണ്ടാകുന്നതിന് 75-80% അപകടം ഉണ്ടാകുന്നത് റോഡ് മോശമായതുകൊണ്ടാണ്. ഈ എല്ലാ ആളുകൾ ഹെൽമെറ്റ് വെച്ചാൽ പോലും കോഴിക്കോട് കല്ലായിപ്പാലം വിട്ട് കോഴിക്കോട് ടൗണിലെത്തുമ്പോൾ മുഴുവൻ കുണ്ടും കുഴിയും കൊണ്ട് ആളുകൾ മരിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. അത്തരം ചില കാരണങ്ങൾ കൂടി ബഹുമാനപ്പെട്ട DGP സെൻകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈൻ. DGP, ഇക്കാര്യത്തിൽ വേഗത്തിൽ പരിശോധന നടത്തുക എന്നത് പ്രായോഗികമായിരിക്കില്ലല്ലോ. അപ്പോൾ ആളുകൾക്ക് ഈ ശീലത്തിലേക്ക് വരാൻ 2 ഹെൽമറ്റുമായി യാത്രയ്ക്ക് ഒരുങ്ങുന്ന തരത്തിലേക്ക് ആളുകളെ ശീലിപ്പിക്കുന്നതിനുള്ള സമയം, ആ സമയത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ കർശന പരിശോധനയിലേക്ക് പോവേണ്ടതുള്ളൂ എന്നാണോ പോലീസിന്റെ തീരുമാനം? അതോ വേഗത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? താങ്കളുടെ ആഗ്രഹം എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിയമം അത് കോടതി പറയുന്നതനുസരിച്ച് നടപ്പാക്കണം. മാത്രമല്ല, ഇത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ പല മീഡിയസിലും വരുന്നതുകൊണ്ടാണ്. ഇത് ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി തന്നെ കുറച്ചുനാൾ മുമ്പ്, 1 മാസം മുമ്പ്, ഞങ്ങളുടെ തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ കരുനാപ്പള്ളി ഭാഗത്ത് ഹെൽമെറ്റ് അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ചിൻ സ്ട്രാപ്പ് പ്രോപ്പറായിട്ട് ഇടാത്തതുകൊണ്ട് തല വീഴുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിച്ചു പോയി തല റോഡിലിടിച്ച് മരിച്ചതിന്റെ അതിന്റെ പേരിൽ തന്നെ ഞാനൊരു സർക്കുലർ എല്ലാ ഓഫീസേഴ്സിനും കൊടുത്തായിരുന്നു. നമ്മുടെ അപകടങ്ങളിൽ, വാഹനാപകടങ്ങളിൽ ഏകദേശം ഒരു 47% പേരും മരിക്കുന്നത് 2 വീലറുകാരാണ്. അതിൽ ഇന്നൊരു അമ്മയുടെ, എന്റെ അടുത്ത് ഒരു ഇരിപ്പുണ്ട്, ഒരു അമ്മയുടെ ലെറ്റർ ഉണ്ട്. അവരുടെ മകൻ എങ്ങനെയാണ് റോഡിൽ വീണിട്ട് തലയിടിച്ച് മരിക്കാനിടയെന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കാലവിളംബം പാടില്ല. പക്ഷെ ജനങ്ങള് അതേസമയം പ്രായോഗികമായിട്ട് ഹെൽമെറ്റ് വാങ്ങിക്കാനുള്ള സമയം കൊടുക്കണം. ഇത് ഇന്ത്യയിലെ എല്ലായിടത്തും നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞു എല്ലാവരും ഹെൽമെറ്റ് വെച്ചേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോലീസിൽ വന്ന സമയത്ത് തന്നെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, പുറകിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഹെൽമെറ്റ് വെച്ചിരിക്കണം.
അപ്പൊ അതുകൊണ്ട് ഇത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ്. അതല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും നിയമം ഉണ്ടാക്കിയിട്ട് പോലീസും മോട്ടോർ വെഹിക്കിൾസും കൂടി നടപ്പാക്കുന്നതല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇതിന്റെ പ്രയോജനം മനസ്സിലാക്കിയതിന് ശേഷം അത് സംസാരിക്കുക. അതാണ് നമുക്ക് രാജ്യത്തെ മുഴുവൻ ശരാശരി പരിശോധിച്ചാലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഹെൽമെറ്റ് ധരിച്ച് വണ്ടി ഓടിക്കണമെന്ന നിയമം പാലിക്കുന്നത് എന്ന് കാണാനും കഴിയും. പക്ഷേ അതിനോട് എല്ലായ്പ്പോഴും അത് ചെയ്യാത്തവരുമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഡൽഹിയിൽ പോയി ഒന്ന് ഇറങ്ങി നോക്കൂ. ഈ നിങ്ങളിപ്പോ ഡൽഹിയിൽ ഇവിടെ ഫ്രണ്ട് സീറ്റിൽ ബെൽറ്റ് അടിക്കാതിരിക്കുന്ന ആള് ഡൽഹിയിൽ ഇറങ്ങി ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെയാ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത്? ഗൾഫിൽ പോയി എങ്ങനെയാണ് ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നത്? 30 ലക്ഷത്തോളം മലയാളികൾ ഗൾഫിലുണ്ടല്ലോ, അവരെല്ലാം നിയമങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ അനുസരിക്കുമല്ലോ. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ പലർക്കും നിയമം അനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ മീഡിയ ഫ്രണ്ട്സിയാണ്. ഇത് ഏകദേശം തെറ്റാണ്, നിർബന്ധിക്കുന്നു, ഹെൽമെറ്റ് ആവശ്യമില്ല എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നതാണ്. അതിന് പകരം ഇത് വളരെയധികം കുടുംബങ്ങളെ രക്ഷിക്കുന്നതാണ്. വളരെയധികം ആൾക്കാരെ എന്താ പറയുന്നത്, ഈ മരിക്കുന്നതാണ് നല്ലതെന്ന വിധത്തിൽ ജീവിച്ചിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. തീർച്ചയായും. അപ്പോൾ അങ്ങേയറ്റം മനുഷ്യത്വപരമായ സമീപനം ഈ നിയമത്തിലുണ്ട്, മനുഷ്യ സ്നേഹത്തിന്റെ അംശം ഈ നിയമത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശം പരിഗണിച്ച് നാളെ മുതൽ തന്നെ ഈ നിയമം കർക്കശമായി നടപ്പിലാക്കുക എന്നതാണ് പോലീസിന്റെ മുൻപിലുള്ള പദ്ധതി. അതൊക്കെ നമ്മൾ തീരുമാനിക്കാം. നിയമം ആക്ച്വലി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്ന് നിയമം ഉണ്ടായി അന്ന് മുതൽ നടപ്പാക്കണം എന്നുള്ളതാണ്. അത് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പൊ ബോധവൽക്കരണത്തിന് സമയം ഉണ്ടാകാം. ഇപ്പൊ തന്നെ ബോധവൽക്കരണം നടത്തിയിട്ട് എന്താ എല്ലാവരും ഈ ഹെൽമെറ്റ് വെച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് തന്നെ? ഇപ്പൊ കൊല്ലം ജില്ലയിലൊക്കെ നോക്കൂ, ഞങ്ങളുടെ കയ്യിൽ ക്യാമറയിൽ ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ ബോധവൽക്കരണം നടത്തിയിട്ടും ഹെൽമെറ്റ് വാങ്ങിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഈ മുന്നിൽ ഒരു ഹെൽമെറ്റും വയ്ക്കാത്ത 100 നിസ്സഹകരണം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി. ടോമിൻ തച്ചങ്കരി, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വേഗത്തിൽ നടപ്പിലാക്കുന്നില്ല. ആളുകൾക്ക് ഈ ശീലത്തിലേക്ക് വരാൻ പെട്ടെന്ന് ഹെൽമെറ്റ് വാങ്ങാനൊക്കെയുള്ള കുറേ സമയം ഇനിയിപ്പോൾ അനുവദിച്ചാൽ തന്നെ മലയാളികളുടെ പൊതു സ്വഭാവം ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതോട് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയില്ല എന്ന സമീപനം? അതായത് വേറെ ഏതെങ്കിലും രാജ്യത്തോ സംസ്ഥാനത്തോ പോയാൽ അവിടുത്തെ നിയമം അക്ഷരം പ്രതി പാലിക്കുന്ന മലയാളികൾ സ്വന്തം നാട്ടിൽ ഇത്തരം നിയമങ്ങൾ, സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിയമങ്ങളോട് ഇത്തരം മനുഷ്യാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേര് പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? എത്ര ബോധവൽക്കരണം നടത്തിയാലും അതൊരു പ്രധാനപ്പെട്ട തടസ്സമാണോ ഈ പരിശോധനാ സേനകൾക്ക്? നിങ്ങൾ മാധ്യമങ്ങളും ഇതിനകത്തൊരു സുപ്രധാന റോള് വഹിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏതെങ്കിലും ഞങ്ങളിത് എൻഫോഴ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും 1-2 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇച്ചിരി എക്സസ് കാണിക്കുന്നതായിട്ടൊക്കെ ഒരു സംഭവങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് ഇതിൻ്റെ ഒരു സതുദ്ദേശത്തെ തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടാകരുത്. ഇപ്പോൾ DGP സെൻകുമാർ സാർ പറഞ്ഞതുപോലെ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ഇതേ മലയാളി പോകുമ്പോൾ അവർക്കത് വെക്കുന്നതിന് യാതൊരു മടികളില്ലാതിരിക്കും. ഇവിടെ ഇതാകാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ ആകാം, ഇവിടെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് ഡീവിയേഷൻ ആയാലും വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകില്ല. ഇവിടെ ചെയ്താലും ആ രാജ്യങ്ങളിലും ആ സംസ്ഥാനങ്ങളിലും ഉള്ള പോലെയുള്ള ശിക്ഷണ നടപടികളോ അല്ലെങ്കിൽ മറ്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന കണ്ട മലയാളിയും വളരെ സ്മൂത്തായിട്ട് അതങ്ങ് അനുസരിച്ച് പോകും. ചുരുക്കി പറഞ്ഞാൽ ഇത് ശീലിക്കേണ്ട ഒരു ആവശ്യമാണ്. ഈ ശീലം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ രാവിലെ മൊബൈൽ ഫോൺ എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ പേന എടുക്കുന്ന പോലെ തന്നെയോ 2 വീലറിൽ പോകുന്ന ആൾ അറിയാതെ തന്നെ ഈ ഹെൽമെറ്റ് എടുക്കും. അപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണെന്ന് അയാൾ പിന്നെ അറിയാതെ തന്നെ അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയുടെ ഒരു ഭാഗമായി മാറും. അത് പോലീസിനെയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിൻ്റെ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് പണിഷ്മെൻറ്റ് കിട്ടിയാലേ ചെയ്യുമെന്നുള്ളൊരു സ്ഥിതി മാറണം. അത് മാറണം. ലിജോ കാപ്പൻ, അതെന്താണ് ആ ഒരു ശീലം? അതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണം. പ്രായോഗികതയുടെ പേരിലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു. ജീവൻ സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിന് കോടതി ഹെൽമെറ്റ് മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന വിമർശനം ഉന്നയിക്കുക, അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള അമിതമായ കടന്നുകയറ്റം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുക. അതിനപ്പുറത്തേക്ക് ഇതൊരു ശീലമാക്കിയെടുക്കാൻ ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയാൽ നമ്മൾ വേഗത്തിൽ നടപ്പിലാക്കും. ഇവിടെ നമുക്ക് കൂടുതൽ സമയം വേണം, വിമർശിക്കാനുള്ള പരമാവധി സ്വാതന്ത്ര്യം നമ്മൾ എടുക്കുന്നു. അങ്ങനെ ഇക്കാര്യത്തിൽ യുക്തിസഹമല്ലാത്ത സമീപനമാണ് നമ്മൾ ഈ വിമർശനത്തിനെടുക്കുന്നത് എന്ന് തോന്നിയിട്ടില്ല. എന്തിനാണ് അധികം സമയം? നാളെ മുതൽ ഈ നിയമം നടപ്പിലാക്കാനാണ് കോടതി നിർദ്ദേശമെങ്കിൽ 2 പേരും ഹെൽമെറ്റ് ധരിച്ചാൽ പോയി എന്ന നിയമം നമ്മൾ നടപ്പിലാക്കണം. സഹകരിക്കുകയല്ലേ വേണ്ടത്? അല്ല, 90കളിലാണ് കേരളത്തിൽ ഹെൽമെറ്റ് വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശവുമായി അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിമാർ രംഗത്ത് വരുന്നത്. അന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിൽ എല്ലാം തണ്ണിമത്തൻ കണ്ടിച്ചിട്ട് തലയിൽ വെച്ച് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു.
അന്നും ഇതുപോലെ പോലീസ് അധികാരികൾ പറയുമായിരുന്നു നിങ്ങളുടെ തല, നിങ്ങളുടെ സുരക്ഷിതത്വം അതിനു വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ അതൊരു 10 വർഷക്കാലം ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട് സീറ്റിലുള്ള ഡ്രൈവർമാർ ഏതാണ്ട് 90% ആളുകൾ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ബോധവൽക്കരണത്തിലൂടെ പിൻസീറ്റിൽ ഇരിക്കുന്നവർക്കും അപകടം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെക്കാൻ നിർബന്ധിതരാകും. എനിക്ക് ബഹുമാനപ്പെട്ട ഹമീദിനോടൊരു കാര്യം, അദ്ദേഹം 5 പേരും മറ്റും ബൈക്കിൽ പോകുന്നു, നിയമപരമായി 2 പേരിൽ കൂടുതൽ പോകാൻ കഴിയില്ല. അതിനേക്കാൾ തന്നെ അപകടകരമായ കാര്യം പിൻസീറ്റിൽ ഇരിക്കുന്ന ചില കുടുംബിനികൾ കൊട നിവർത്ത് മഴ സമയത്തും മറ്റും ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കാണാം. ആ കൊടയെ കാറ്റ് പിടിച്ച് ആ ഭർത്താവും ഭാര്യയും താഴെ വീഴുന്നത് വരെയും ഈ നാട്ടിൽ ഇന്ന് നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ കാണാൻ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല വിദ്യാഭ്യാസ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തണം. അപകടങ്ങൾ കൂടുന്നത് കൊണ്ട് സുപ്രീം കോടതി മലയാളിയായ ജസ്റ്റിസ് KS രാധാകൃഷ്ണനെ ചെയർമാനായിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ വെച്ച് പഠനം നടത്തി അതിന്റെ റിപ്പോർട്ട് വെളിച്ചത്ത് വന്നു. അതിനകത്ത് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കുറ്റകരമായ ഇത് ചെയ്യുന്നതിന്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന്, സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്, ഇതിനൊക്കെ വളരെയേറെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാതെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ വർഷത്തിൽ കേരളത്തിൽ മരിക്കുന്ന ഈ 4000 പേരെന്നുള്ളത് നമുക്ക് അത് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് മാധ്യമങ്ങളും ഈ പറഞ്ഞ പോലെ പോലീസും പൊതുജനങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും ഒക്കെ സഹകരിക്കുകയാണ് ഇക്കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ അപകടങ്ങൾ കുറയ്ക്കാൻ കാരണം. വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി ടിപ്പർ ലോറിയിൽ ഇടിച്ച് മരണപ്പെട്ടു എന്നാണ്. അത് ബൈക്കുമാണ്. മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വളരെ പവർ കൂടിയ മോട്ടോർ വാഹനങ്ങൾ യുവാക്കൾ വാങ്ങുന്നു. ആ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റിയ നിരത്ത് ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ്. വളരെ വീതി കുറഞ്ഞ റോഡുകളും നല്ല റോഡുകളും അല്ലാത്ത സ്ഥലങ്ങളിൽ ഈ ബൈക്കിന്റെ പവർ ഉപയോഗിച്ച് നഷ്ടപ്പെടുന്നു. വീട്ടിൽ നിന്നിറങ്ങുന്ന കുട്ടി ഡെഡ് ബോഡി ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത് കാണുമ്പോഴാണ് മാതാപിതാക്കൾ ഇത്രയും വലിയ വാഹനങ്ങൾ തങ്ങൾ മേടിച്ചു കൊടുക്കണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കുന്നത്. ശ്രീ ടോമിൻ തച്ചങ്കരി, ഇന്നിപ്പോൾ കോടതി സംസ്ഥാന പോലീസ് മേധാവിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും നിലപാട് തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് എന്താണ് കോടതി അറിയിക്കാൻ പോകുന്നത്? ജനനന്മ ലക്ഷ്യമിട്ട് ഈ തരത്തിലുള്ള കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ഭേദഗതി ആവശ്യമില്ലെന്നും ഈ 2 യാത്രക്കാർക്കും ഹെൽമറ്റ് വേണമെന്ന നിയമം കർക്കശമായി നടപ്പിലാക്കണമെന്നുമുള്ള നിലപാടാണോ കോടതി അറിയിക്കുക മോട്ടോർ വാഹന വകുപ്പ്? ഈ സുപ്രീം കോടതി കമ്മിറ്റി ഓൺ റോഡ് സേഫ്റ്റി അതിൻ്റെ അധ്യക്ഷൻ്റെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജസ്റ്റിസ് ശ്രീ KS രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കമ്മിറ്റി ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പുറകിലുള്ള പാസഞ്ചറും കൂടി പില്യൻ ഡ്രൈവറും ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയാണ്, അങ്ങനെ കേസുകൾ പിടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് പണിഷ്മെൻറ്റിനെ കുറിച്ചല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് 2 മണിക്കൂർ നേരമെങ്കിലും ഇതിൽ 2 പേരെയും കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്നാണ്. അതിനുശേഷമാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം ഒരു കൗൺസിലിംഗ്, ഒരു ബോധവൽക്കരണം വലിയ രീതിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊരു അവസരമായി കണ്ട് ഈ ഞങ്ങളുടെ പുതിയതായിട്ട് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്രിലിമിനറി ക്ലാസ് നടത്താറുണ്ട്. ആ പ്രിലിമിനറി ക്ലാസ്സിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഹെൽമെറ്റിൻ്റെ ഈ ഒരു പ്രാധാന്യവും ഇതിൻ്റെ നമ്പർ ഓഫ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ഫേറ്റൽ ആക്സിഡൻറ്റ്, നോൺ ഫേറ്റൽ ആക്സിഡൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഊന്നൽ നൽകിക്കൊണ്ട് അടുത്ത നാളുകളിൽ ബോധവൽക്കരണം നടത്തും. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഞങ്ങൾക്ക് റോഡ് സേഫ്റ്റി കൗൺസിലുകളുണ്ട്, ക്ലബ്ബുകൾ. ആ ക്ലബ്ബുകളിലും ഇതിന് വലിയൊരു പ്രാധാന്യം നൽകി അതുവഴി ഇതിനൊരു ഒരു 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 പ്രചാരണം നൽകും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, മാധ്യമങ്ങൾ ഞങ്ങളിത് നടപ്പാക്കുമ്പോൾ പലപ്പോഴും ഹെൽമെറ്റ് വേട്ട എന്നൊരു പ്രസിദ്ധമായ പദം ഉപയോഗിക്കാറുണ്ട്. ഹെൽമെറ്റ് വേട്ട, അങ്ങനെയുള്ള പദങ്ങൾ പറഞ്ഞ് ഇതിനെ നിരുത്സാഹപ്പെടുത്തരുത്. മറിച്ച് ഇതൊരു ജനനന്മയ്ക്ക് വേണ്ടി പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപ്പാക്കുന്ന ഒരു ജനക്ഷേമ പ്രവർത്തനമായി കണ്ട് ഞങ്ങളുടെ മറ്റ് പ്രവർത്തികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജനക്ഷേമ പ്രവർത്തനമായി ഇതിനെ കണ്ട് അതിനുള്ള ഒരു പ്രചരണം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോടതിയിൽ കൊടുക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ വ്യൂ കൂടെ അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് എടുത്ത ഒരു ലോ ആണ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അത് ലെജിസ്ലേറ്റീവായിട്ടുള്ള എടുക്കുന്ന ഭരണപരമായിട്ടുള്ളൊരു സ്റ്റേ ആണ്. അതിൻ്റെ ഒരു മറുവാദം എന്താണെന്ന് ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. അവസാനമായി ശ്രീ മുസ്തഫ, ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കോടതി ഇളവ് സ്റ്റേ ചെയ്തതോടുകൂടി ഈ നിയമം സ്വാഭാവികമായും സംസ്ഥാനത്ത് നടപ്പിൽ വരികയാണ്. എത്രയും വേഗം പോലീസ് അക്കാര്യത്തിൽ അവരുടെ
പരിശോധനാ നടപടികൾ ആരംഭിക്കും. ജനനന്മ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിയമമാണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസവുമില്ല. ആ നിയമം വേഗത്തിൽ അനുസരിച്ച് തുടങ്ങുകയായിരിക്കുമല്ലോ ഇനിയും ചെയ്യേണ്ടതും. അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നതും? ഈ നിയമം അനുസരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയേണ്ടത് ഇപ്പോഴുള്ള ഈ ഹെൽമറ്റ് കമ്പനിക്കാർ സഹായിക്കുന്ന ഹെൽമറ്റാ, ഒന്നും IS മുദ്രയുള്ള ഹെൽമറ്റല്ല. അത്തരം ഹെൽമറ്റുകൾ ഞങ്ങളുടെ സംഘടന, സംസ്ഥാനത്തിലെ സംഘടന, കോഴിക്കോട്ട് കേരളത്തിലെ സംഘടനകൾ ഞങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഹെൽമറ്റ് എന്ന് പറയുന്നത് ആളുകളെ സുരക്ഷിതമാക്കുന്നതിന് മാത്രമല്ല, ആ ഹെൽമറ്റ് വെക്കുമുണ്ടാവുന്ന പ്രയാസങ്ങൾ ഒരുപാട് പ്രയാസങ്ങളാണ്. ഹെൽമറ്റ് വെച്ച് വൈകുന്നേരം പോയി രാത്രിയായി മടങ്ങി വരുന്ന ഒരാൾക്ക് ചെവിട് കേൾക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ആ ഹെൽമറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഹെൽമറ്റാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ പോകുന്നത്, ഇത് ഹെൽമറ്റ് മാത്രമല്ല, ഹെൽമറ്റ് കച്ചവടം കൂടിയാ. ഈ ഹെൽമറ്റ് ഏതാണെന്നുള്ള മിസ്റ്റർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒന്ന് പരിശോധിക്കണം. അത്തരം പരിശോധനകളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷനും പോലീസും പരിശോധനാ വേളയിൽ അവരുടെ അതൊരു പരിഗണനാ വിഷയമായിരിക്കണമെന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്. നന്ദി ശ്രീ ഹമീദ്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡിജോ കാപ്പൻ, TP സെൻകുമാർ, ടോമിൻ തച്ചങ്കരി. ബിഗ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്.